ഒരുപാട് എൻജോയ് ചെയ്തു. എല്ലാ സ്ഥലങ്ങളും ആഗ്രഹിച്ചിരുന്നു, അതെല്ലാം ശരിക്കും കാണാൻ പറ്റി. ഒന്നും മിസ്സായിട്ടില്ല. ഭക്ഷണം നല്ലതായിരുന്നു. നോൺ വെജിനോട് അത്ര താല്പര്യമില്ല, അതുകൊണ്ട് എനിക്ക് നല്ലോണം ഇഷ്ടമായി. കുഴപ്പമൊന്നുമില്ല. പിന്നെ മോക്കും കൂടെ വരാൻ പറ്റി, അതിലും ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാവരും നല്ല ട്രിപ്പ്. കുറെ പാക്കേജ് ട്രിപ്പ് പോയിട്ടുണ്ട്, പക്ഷെ ഇത് നല്ലതായിരുന്നു. എല്ലാം താങ്ക് യു. യാത്ര ഒരു പുതിയ ലോകമാണ് എന്നെ സംബന്ധിച്ചോളം. ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഈ ടൂർ പാക്കേജിൽ കൂടി യാത്ര ചെയ്യുന്നത്. പല ജില്ലകളിലും പോയിട്ടുണ്ട്, പല നാടുകളിലും പോയി ചില അനുഭവങ്ങളൊക്കെ ഉണ്ട്. എങ്കിൽ പോലും ഈ ടൂർ പാക്കേജ് എന്നെ സംബന്ധിച്ചോളം വളരെ നന്നായിട്ടുണ്ട്. പിന്നെ വളരെ നല്ല ഒരു അനുഭവം തന്നെയാണ്. എല്ലാ പഴയ കാര്യങ്ങളെ സംബന്ധിച്ച് ചരിത്രപരമായിട്ട് കുറേ കാര്യങ്ങൾ കൃഷിയെ സംബന്ധിച്ച് മനസ്സിലാക്കാനും അതുപോലെ തന്നെ അത് കാണാനും കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അതിൻ്റെ ബോസും അതുപോലെ തന്നെ കാര്യങ്ങൾ ചരിത്രം കുറേ കാര്യങ്ങൾ ബന്ധപ്പെടാൻ വേണ്ടി കഴിഞ്ഞു. മറ്റു പല അറിവുകളുണ്ടെങ്കിലും ഇതിൽ പുതിയ അറിവ് തന്നെയാണ് എല്ലാവർക്കും. അതുപോലെ അനുഭവമായിരിക്കട്ടെ എനിക്ക് തോന്നുന്നു. അപ്പോൾ മറ്റെല്ലാ കാര്യത്തിലും വികാസത്തെ സംബന്ധിച്ചോളം നല്ലൊരു ഇതാണ്. കാർഷികപരമായിട്ട് നല്ല ഒരു അനുഭവം തന്നെയാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത്. നല്ല മോശമല്ലാത്ത രീതിക്ക് പറയാൻ വേണ്ടി കഴിയും. എല്ലാ ദിക്കിലും നല്ല ഒരു സന്തോഷിക്കാനുള്ള വഴിയാണ് നമ്മൾ കണ്ടത്. എല്ലാം കൊണ്ടും നമ്മളെല്ലാവരെയും നമുക്ക് ഈ പറഞ്ഞ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കാനും അതുപോലെ തന്നെ അവരെ കണ്ട് ഇതുപോലെ കാര്യങ്ങൾ പറയാനും കഴിഞ്ഞ് സന്തോഷിക്കുന്നു. വളരെ അവിചാരിതമായിട്ടാണ് ഞാൻ ഈ യാത്രയിൽ പങ്കെടുക്കാനിടയായത്. ഒരു ദിവസം രാവിലെ പത്രം വായിക്കുമ്പോൾ അതിൽ തേജസ്വി ഗ്രൂപ്പിൻ്റെ ഒരു പരസ്യം കണ്ടു. ഞാൻ പല യാത്രകളും ഇതിനു മുമ്പ് നടത്തിയിട്ടുണ്ട്, പക്ഷെ യാത്ര അനുഭവങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ല അനുഭവമാണ്. കാരണം യാത്ര എന്ന് പറയുമ്പോൾ എല്ലാവരും ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് അച്ചടക്കവും സമയനിഷ്ഠയും അതുപോലെ തന്നെ നമ്മുടെ പ്രതിബദ്ധത. അത് എല്ലാ സ്ഥലങ്ങളിലും കൃത്യസമയം. ഒരു ക്ഷേത്രത്തിൽ നമ്മൾ പോകാൻ പാക്കേജ് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ അരമണിക്കൂർ വൈകാൻ മതി, നമുക്ക് ആ ക്ഷേത്ര ദർശനം കിട്ടില്ല. കാരണം അവർ നടയടച്ചാൽ മണിക്കൂറുകളും കഴിഞ്ഞിട്ടാണ് രണ്ടാമതായിട്ട് നട തുറക്കുക. അപ്പോൾ നമ്മൾ ഒഴിവാക്കേണ്ടി വരും. അതുപോലെ ചില വിശിഷ്ട സ്ഥലങ്ങൾ നമുക്ക് അതുപോലെ ഒഴിവാക്കേണ്ടതായ ഒരു സാഹചര്യം ഈ യാത്രയിൽ സംഭവിച്ചിട്ടുള്ള. അത് പ്രത്യേകം പാക്കേജിൻ്റെ ആ മിടുക്കാണ്. അത് തേജോമായി കാണിച്ച മിടുക്കും അതുപോലെ തന്നെ നമ്മുടെ ഊർജ്ജസ്വലനായ നമ്മുടെ ഗൈഡ്. കാരണം അദ്ദേഹം ചെറുപ്പക്കാരനാണ്, ഡൈനാമിക്കാണ്, വളരെ പേഷ്യൻ്റാണ്. കാരണം എന്ത് പറഞ്ഞാലും അത് ഞാൻ തന്നെ ദേഷ്യം തന്നെ കണ്ടിട്ടില്ല. എല്ലാം സഹിക്കുകയും എല്ലാം കേൾക്കുകയും വളരെ ക്ഷമാപൂർവ്വം ആൾക്കാരുടെ വരുവരെയും വയസ്സന്മാരോടുമൊക്കെ വളരെ സൗഹാർദ്ദപരമായി നമ്മുടെ ഒരു ടയർക്കാർക്ക് ഒരു കെയർടേക്കർ എന്ന നിലയ്ക്ക് തന്നെ നമ്മുടെയൊക്കെ കൊണ്ടു നടക്കുകയും ചെയ്ത ശ്രീ പ്രവീൺജി, അതുപോലെ തന്നെ ഇതിൻ്റെ JP സാറ്. എനിക്ക് തോന്നുന്നു അദ്ദേഹം മലയാളത്തിൽ ഇതിനെക്കുറിച്ച് പിന്നെ വളരെ വിശദമായ കാര്യങ്ങൾ സംസാരിക്കും. यात्री प्रवीण भाई, उन्होंने बहुत मदद की. मुझे भी माँ के दर्जा रखा, माँ के जैसा रखा मुझे. मेरे देवर जी हैं, उन्होंने भी बहुत साथ दिया मुझे, मेरा ध्यान रखा. मैं तो अकेली थी, मैं आने वाली ही नहीं थी, लेकिन उन्होंने बोला कि अभी मैं हूँ, आपको क्या चिंता करने की. इसके लिए मैं उनके साथ आई और साथ सहकार दिया. आपका भी थैंक यू वेरी मच. धन्यवाद. थैंक यू.